Hi Cadets and welcome back to my channel. Cadets finally 2026 ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. എയർഫോഴ്സ് XY മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡിലേക്കുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ഫോം ഫില്ലിംഗ് ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ആയിരിക്കുന്നത്. ഇന്നെന്ന് പറഞ്ഞ ഡേറ്റ് എത്രയാണെന്ന് അറിയാം കുട്ടികളെ? ജൂലൈ 6 ആണ്. ജൂലൈ 6 മുതലാണ് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിരിക്കുന്നത്. നിങ്ങളും +2 പാസ്സായ ഒരു കേഡറ്റ് ആണെങ്കിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു വീഡിയോ ഫുൾ കാണുക. ഈ ഒരു വീഡിയോയിൽ കൂടി ഏജ് ലിമിറ്റ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, സെലക്ഷൻ പ്രോസസ്, ഹൈറ്റ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും 2026 ഇന്ത്യൻ എയർഫോഴ്സ് എന്നൊരു ഫോഴ്സിൽ ജോലിയിൽ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. എന്നിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേൾക്കുക. അതനുസരിച്ച് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഇന്ത്യൻ എയർഫോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് അറിയാൻ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്കൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നതിന് വരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യം പറയാനുള്ളത്, 2026 അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന മുതൽ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിലേക്കുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഹാൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 2026 ഫസ്റ്റ് ഇൻടേക്കിൽ തന്നെ ഏറ്റവും കൂടുതലും കുട്ടികൾക്ക് സെലക്ഷൻ നേടിക്കൊടുക്കാൻ ഹാൻഡ് ഡിഫൻസ് അക്കാഡമിക്ക് പറ്റിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ ലെവലിലാണ് എയർഫോഴ്സിൻ്റെ കട്ട് ഓഫ് വരുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ലെവലും കട്ട് ഓഫ് വരാറുണ്ട്. പക്ഷേ എന്നാലും പാസിംഗ് റേഷ്യോ ഏറ്റവും കൂടുതൽ ഹാൻഡ് ഡിഫൻസ് അക്കാഡമിക്കാണ്. അപ്പോൾ നിങ്ങളും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ധൈര്യമായിട്ട് തേക്കുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. എയർഫോഴ്സ് എക്സിൻ്റെയും വൈയുടെയും മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെയും പ്രോപ്പർ ട്രേഡ് ബേസ് ഉള്ള ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷനിലോട്ട് പോകാം. ഇന്ന് മുതലാണ് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിരിക്കുന്ന കുട്ടികളെ. എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു സൈറ്റിൽ കൂടിയാണ് നമ്മൾ ഫോം ഫില്ല് ചെയ്യുന്നത്. എങ്ങനെയാണ് ഫോം ഫില്ല് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നാളെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് നോക്കാം. നോക്കൂ കുട്ടികളെ, ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് ഏത് ഇൻടേക്കിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. 02/2027 ഇൻടേക്കിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. എല്ലാ വർഷവും 2 തവണ ഇന്ത്യൻ എയർഫോഴ്സ് നോട്ടിഫിക്കേഷൻ സെൻഡ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി, അതാണ് 01/2027. ആ ഒരു ഇൻടേക്കിന് ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുകയാണ്. പാസ്സായ എല്ലാ കുട്ടികൾക്കും ഇനി സ്റ്റേജ് 2 ആണ് വരുന്നത്. ആ കുട്ടികൾക്കും ഈ ഒരു എക്സാമിലേക്ക് തയ്യാറെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ആണ് അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ കേഡറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. മെയിൽ ആൻഡ് ഫീമെയിൽ കേഡറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 17.5 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ വർഷം കൂടി ഇന്ത്യൻ എയർഫോഴ്സ് ഏജ് ലിമിറ്റ് കൂട്ടിയിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ, അതായത് പ്രീവിയസ് ഇയറിൽ 22 ആയിരുന്നു. അതിൻ്റെ മുൻ വർഷങ്ങളിലെ കാര്യം പറയുകയാണെങ്കിൽ 21 വയസ്സ് വരെയാണ്. ഈ ഒരു 1 ഇയറിൻ്റെ എക്സ്റ്റൻഷൻ ലഭിച്ചത് തന്നെ നല്ലൊരു ബെനിഫിറ്റാണ്. ലാസ്റ്റ് ചാൻസ് ഒക്കെ കിട്ടിയ കുട്ടികൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക, നല്ലപോലെ പഠിച്ച് മുന്നോട്ട് പോവുക. ചാൻസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. 8,000 അടുത്താണ് വേക്കൻസി ഈ തവണ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് അപ്ഡേറ്റ് ആണ് കുട്ടികളെ ഫോം ഫില്ലിങ്ങിൻ്റെ അപ്ഡേറ്റ്. നോക്കൂ, 6 ജൂലൈക്ക് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇന്ന് മുതലാണ് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിരിക്കുന്നത്. ലാസ്റ്റ് ഡേ 26 ജൂലൈ ആണ്. നേവി എയർഫോഴ്സിൻ്റെ കാര്യം എടുത്താൽ അവിടെ നമുക്ക് 1 മാസം ലഭിക്കാറുണ്ട്. പക്ഷേ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഓൺലി ലഭിക്കുന്നത് 20 ഡേയ്സ് ആണ്. ഈ 20 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഫോം ഫില്ല് ചെയ്തിരിക്കണം. അവസാന ദിവസം വരെ ആരും വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് ലാസ്റ്റ് സമയങ്ങളിൽ, അതായത് ലാസ്റ്റ് വീക്കൊക്കെ നിങ്ങൾ ഫോം ഫില്ല് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൈറ്റ് നിങ്ങൾക്ക് ഹാങ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അവിടെ നേരത്തെ തന്നെ ഫോം ഫില്ല് ചെയ്തിരിക്കണം. ക്ലിയർ ആയ കുട്ടികളെ, ഓൺലൈൻ എക്സാം സ്റ്റാർട്ടാകുന്നത് സെപ്റ്റംബർ 22-23 സെപ്റ്റംബർ 22 തന്നെ നിങ്ങളുടെ എക്സാം സ്റ്റാർട്ടാകും. ഇത് ജൂലൈ മന്താണ്. ഇനി ആഗസ്റ്റ്, സെപ്റ്റംബർ, വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഏജ് ലിമിറ്റ്. നോക്കൂ കുട്ടികളെ, 22 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചെക്ക് ചെയ്യുക. 1 ജനുവരി അല്ല, മാറിപ്പോയി കേട്ടോ കുട്ടികളെ. 1 ജൂലൈ 2005 1 ജനുവരി 2010 ഇടയിൽ ജനിച്ച കേഡറ്റ് ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഡേറ്റിൽ ജനിച്ച കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ചെക്ക് ചെയ്യുക. എല്ലാവർക്കും അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കാര്യം മനസ്സിലായിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഇതും തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. +2 പാസ്സായിരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ 3 ട്രേഡിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. എയർഫോഴ്സ് Y ഗ്രൂപ്പ്, X ഗ്രൂപ്പ് ആൻഡ് MA. നിങ്ങൾക്ക് എക്സ് ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ +2 പാസ്സായിരിക്കണം. +2വിൽ നിങ്ങൾ സബ്ജക്റ്റായിട്ട് PCM എടുത്ത് പഠിച്ചൊരു കേഡറ്റ് ആയിരിക്കണം. PCM എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷും ഉണ്ടായിരിക്കണം. ഓവറോൾ 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷിന് 50% മാർക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 152 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 17.5 മുതൽ 21 അല്ല, 22 ആണ് കേട്ടോ കുട്ടികളെ. 22 ആണ്. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് എയർഫോഴ്സ് എക്സിൻ്റെ മനസ്സിലായാലും. ഇനി നമുക്ക് വൈഡ് അപ്ഡേറ്റ് നോക്കാം. +2 പാസ്സായ ഏതൊരു കുട്ടിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഏത് സ്ട്രീം എടുത്ത് പഠിച്ച കേഡറ്റ് ആണെങ്കിലും, ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും, ഏത് സ്ട്രീമിൽ പഠിച്ച കേഡറ്റ് ആണെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ കണ്ടീഷൻ എന്താണ്? ഓവറോൾ 50% മാർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഇംഗ്ലീഷിന് 50% മാർക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹൈറ്റിൻ്റെ കാര്യം 152 സെൻറ്റിമീറ്റർ ആണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇത്ര തന്നെയാണ് ഹൈറ്റ് വേണ്ടുന്നത്. ഇനി മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ +2 പാസ്സായിരിക്കണം. PCB പഠിച്ചൊരു കേഡറ്റ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഓവറോൾ 50%
50% മാർക്ക് ഉണ്ടായിരിക്കണം, ഇംഗ്ലീഷിന് 50% മാർക്ക് ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് മനസ്സിലായി, അതായത് ഏജ് ലിമിറ്റ് മനസ്സിലായി, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും മനസ്സിലായിട്ടുണ്ട്. ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് നോക്കൂ കുട്ടികളെ. ഹൈറ്റ് ഇത് ആൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, 152 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് വേണ്ടുന്നത് ആൺകുട്ടികൾക്കും അതേപോലെ തന്നെ പെൺകുട്ടികൾക്കും. വിഷ്വൽ സ്റ്റാൻഡേർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ കളർ വിഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ CP2 കളർ വിഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് കണ്ണാടി വെച്ച കുട്ടികൾക്കും ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ കണ്ടീഷൻ എന്താണ്? +2.0 ഡയോപ്റ്റർ ലെൻസ് ഉപയോഗിക്കുന്നവർക്കും ഈ ഒരു ഫോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ കണ്ണാടി അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു കേഡറ്റ് ആണെന്നുള്ളത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കളർ വിഷൻ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. മാക്സിമം ലിമിറ്റ് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ചെക്ക് ചെയ്യുക. ഒരു ഡോക്ടറെ ചെന്ന് നിങ്ങൾ കണ്ടതിന് ശേഷം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽ എല്ലാം വെച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തേങ്ങണ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ഇവിടെ നിന്ന് നിങ്ങൾക്ക് മെഡിക്കലിൻ്റെ എല്ലാ ഗൈഡ് ലൈനും ലഭിക്കുന്നതായിരിക്കും. ഈ CP2 കളർ വിഷൻ ഉള്ളവർക്ക് ആർമിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ കുട്ടികളെ. എന്താണ്? ആർമിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇനി നമുക്ക് ഓരോ സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. സെലക്ഷൻ പ്രോസസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം നിങ്ങളൊരു ഓൺലൈൻ എക്സാം അറ്റൻഡ് ചെയ്യണം. എക്സാം പാസ്സായതിനു ശേഷം phase 2 ആണ് വരുന്നത്. അവിടെ നിങ്ങളുടെ ആദ്യം ഫിസിക്കലാണ്, അതിനുശേഷം ഗ്രൂപ്പ് ഡിസ്കഷനാണ്, പിന്നെ സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റാണ്, പിന്നെ മെഡിക്കലാണ്, അതിനുശേഷം പിന്നെ PSL ലിസ്റ്റ് വരും, അതിനുശേഷം എൻറോൾമെൻറ്റ് ലിസ്റ്റ് വരും. ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ട്രെയിനിങ്ങിനായിട്ട് പോകാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ നടക്കാൻ പോകുന്ന ഈ ഒരു ഫേസ് ആണ്. എന്താണ് കുട്ടികളെ? ഈ ഒരു ഫേസ് ആണ്. ആനന്ദ് ഡിഫൻസ് അക്കാഡമിയിലെ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇതും ലഭിക്കും, അതിനുശേഷം ഇതും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഈ ഒരൊറ്റ ഫീസിൽ തന്നെ. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് സെലക്ഷൻ പ്രോസസ്സ് മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ അറിയേണ്ടതാണ് ഓൺലൈൻ എക്സാമിൻ്റെ അപ്ഡേറ്റ്. ഇതും തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം നല്ല രീതിയിൽ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, എയർഫോഴ്സ് എക്സ് ഗ്രൂപ്പിൻ്റെ സിലബസ് അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാവുന്നതാണ്. ഇംഗ്ലീഷിന് 20 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും, പിന്നെ ഫിസിക്സിന് 25 ക്വസ്റ്റ്യൻ, മാത്സിന് 25 ക്വസ്റ്റ്യൻ. എക്സാം ഡ്യൂറേഷൻ 60 മിനിറ്റ് ആണ്. ടോട്ടൽ 70 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. ഓരോ ക്വസ്റ്റ്യൻ ഓരോ മാർക്ക് വീതമാണ്. നേറ്റീവ് മാർക്കിന് 0.25 ആണ്. എയർഫോഴ്സ് വൈ ആൻഡ് മെഡിക്കൽ അസിസ്റ്റൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ, രാഗിൽ നിന്ന് 30 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. 15 റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ, 8 മാത്സിൻ്റെ ക്വസ്റ്റ്യൻ, 7 ക്വസ്റ്റ്യൻ GK ആൻഡ് GSൽ നിന്ന് വരുന്നതായിരിക്കും. എക്സാം ഡ്യൂറേഷൻ 45 മിനിറ്റ്സ് ആണ്. ഓരോ ക്വസ്റ്റ്യൻ ഓരോ മാർക്ക് വീതം ലഭിക്കുന്നതായിരിക്കും. ടോട്ടൽ 50 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. 45 മിനിറ്റ് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നേറ്റീവ് മാർക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 0.25 ആണ് നേറ്റീവ് മാർക്കിംഗ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും സിലബസിൻ്റെ അപ്ഡേറ്റഡ് കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഇവൻറ്റുകൾ. നോക്കൂ കുട്ടികൾ, 1.6 കിലോമീറ്റർ റണ്ണിംഗ് ആണ് അവിടെ വരുന്നത്. 7 മിനിറ്റുള്ളിൽ നിങ്ങൾ ഓടിയെത്തിയിരിക്കണം. അതിനുശേഷം പുഷപ്പ്, സിറ്റപ്പ്, സ്ക്വാഡ്സ് എന്നീ ഇവൻറ്റുകളാണ് വരുന്നത്. എല്ലാ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്രയുമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നിന്നും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ കുട്ടികളെ. ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അതോ ഇല്ലയോ എന്ന്. മിക്ക കുട്ടികൾക്കും ഹൈറ്റ് കുറവായിരിക്കും. ഒത്തിരി കുട്ടികളുണ്ട് ഹൈറ്റ് കുറവുള്ളത്. അവർ ചോദിക്കാറുണ്ട്, സാർ എനിക്ക് എവിടെയെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് 152 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി. +2 ഒക്കെ എല്ലാ കുട്ടികളും പാസ്സാവുന്നുണ്ട്. ഇപ്പം ആരും തന്നെ അങ്ങനെ ഫെയിൽ ആകാറില്ല. എല്ലാവർക്കും 50% കൂടുതൽ മാർക്കും ഉണ്ട്. നിങ്ങൾ തയ്യാറെടുത്തോളൂ കുട്ടികളെ, നല്ലപോലെ പഠിച്ചോളൂ. ഇതിനെക്കുറിച്ച് ചാൻസ് ഇനി വരത്തില്ല, വേക്കൻസി നല്ലപോലെ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നമ്മുടെ അക്കാഡമിയിലെ മുൻ വർഷങ്ങളിലെ റിസൾട്ട് കാണാവുന്നതാണ്. 2025-26 ഇൻഡെക്കിൻ്റെ അപ്ഡേറ്റാണ് നിങ്ങളിവിടെ കാണുന്നത്. ഈ 6 കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളുടെ ആദ്യത്തെ ചാൻസിൽ തന്നെ ജോലിയിൽ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആനന്ദ് ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രോപ്പറായിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്. പിന്നെ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ് ലഭിക്കുന്നതായിരിക്കും. പല കുട്ടികളും പലയിടത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ ചില കുട്ടികൾ ഗ്രാജുവേഷൻ പഠിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്കെല്ലാവർക്കും നമ്മൾ പ്രോപ്പർ ക്ലാസ് റെക്കോർഡായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ആപ്പിൽ കൂടി തന്നെ. ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽ, മോക്ക് ടെസ്റ്റ് സീരീസ്, ഈ മോക്ക് ടെസ്റ്റിന് ലഭിക്കുന്നതായിരിക്കും. എയർഫോഴ്സ് എക്സിൻ്റെ സെപ്പറേറ്റ് മോക്ക് ടെസ്റ്റ്, വൈയുടെ സെപ്പറേറ്റ് മോക്ക് ടെസ്റ്റ്, മെഡിക്കൽ അസിസ്റ്റൻ്റെ സെപ്പറേറ്റ് മോക്ക് ടെസ്റ്റ്. മെഡിക്കൽ അസിസ്റ്റൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ ബയോളജിയുടെ കുറച്ച് എക്സ്ട്രാ ക്ലാസ്സുകൾ കൂടി വരുന്നുണ്ട്. മനസ്സിലായ? ബയോളജിയുടെ കുറച്ച് എക്സ്ട്രാ ക്ലാസ്സുകൾ കൂടി വരുന്നുണ്ട്. ഈ മെഡിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന അഗ്നിവീറിൽ വരുന്നതല്ല, അത് പെർമനൻറ്റ് കാറ്റഗറിയാണ് കേട്ടോ. മിക്ക കുട്ടികളും പറയാറുണ്ട്, സാർ എയർഫോഴ്സ് വൈയും MAയുടെയും സിലബസ് ഒന്നാണല്ലോ. സിലബസ് ഒന്നാണെങ്കിലും എക്സാമിൻ്റെ ലെവൽ ഡിഫറൻ്റ് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ കുട്ടികളെ. രണ്ടിൻ്റെയും ജോബ് ഡിഫറൻ്റ് ആണ്. രണ്ടിൻ്റെയും പേ സ്കെയിൽ ഡിഫറൻ്റ് ആണ് വരാൻ പോകുന്നത്. അവരുടെ രണ്ടുപേരെയും ടാസ്ക് ഡിഫറൻ്റ് ആണ്, പ്രൊമോഷൻ ഡിഫറൻ്റ് ആണ്. അതനുസരിച്ച് എക്സാമും ഡിഫറൻ്റ് ആയിരിക്കും. ക്ലിയർ? ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്, ഫിസിക്കൽ ട്രെയിനിങ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ഫീസിൽ തന്നെ സ്റ്റേജ് 2 കംപ്ലീറ്റ് ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ കേരളത്തിൽ ഓരോ അക്കാഡമി പോലും ഇത്രയും പ്രൊവൈഡ് ചെയ്യത്തില്ല.
പ്രൊവൈഡ് ചെയ്യുന്നു നമ്മൾ പറയുമ്പോൾ തന്നെ കറക്റ്റായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഒരു സിലബസ് പോലും കട്ട് ചെയ്തില്ല, പ്രോപ്പർ സിലബസ് കവർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ. എക്സിൻ്റെ ഫീസാണ്, വൈയുടെ ഫീസാണ്, മെഡിക്കൽ അസിസ്റ്റൻ്റ് ഫീസാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ കാളിംഗ് നമ്പർ, അതേപോലെ തന്നെ ഇതാണ് വാട്സപ്പ് നമ്പർ. നിങ്ങൾക്ക് കോൾ ചെയ്യാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ മാത്രമേ നിങ്ങൾ കോൾ ചെയ്യാവുള്ളൂ. കാരണം ഈ നമ്പറിൽ കോളിംഗ് ഫെസിലിറ്റി ഇപ്പോൾ അവൈലബിൾ അല്ല, ഓൺലി വാട്സപ്പ് മാത്രമാണ്. അതുകൊണ്ട് ഈ നമ്പറിൽ കോൾ ചെയ്തിട്ട് കോൾ കിട്ടുന്നില്ല എന്ന് ആരും പറയരുത്. കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൾ ചെയ്യാവുള്ളൂ. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ 2 നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ കുട്ടികളെ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഡിഫൻസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും അറിയാൻ അന ഡിഫൻസ് അക്കാഡമി വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. കുട്ടികളെ നോട്ടിഫിക്കേഷൻ വന്നു തുടങ്ങിയിരിക്കുകയാണ്. ഫോം ഫില്ലിംഗ് സ്റ്റാർട്ടായിരിക്കുകയാണ്. ടൈം വേസ്റ്റ് ആക്കരുത്. സെപ്റ്റംബർ 22 എന്ന് പറഞ്ഞ ഡേറ്റ് ഓർമ്മയുണ്ടല്ലോ, ആ ഒരു ദിവസമാണ് എക്സാം നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, നല്ലപോലെ പഠിക്കുക, പഠിച്ച് മുന്നോട്ട് പോവുക. നമ്മുടെ ഇവിടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ടോപ്പിക് കവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ലൈവ് സെഷനിൽ വന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ വീഡിയോയിൽ വരുമ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. സർ, ഈ ടോപ്പിക്ക് ഞങ്ങൾ പഠിപ്പിച്ചില്ല, ഞങ്ങൾക്ക് റിവിഷൻ ക്ലാസ് കിട്ടിയില്ല, ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാവുന്നതാണ്. കാരണം അത്രയും ഗ്യാരൻറ്റിയോടെ ഞാൻ പറയുകയാണ്, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ നല്ലപോലെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളോടൊപ്പം മാന ഡിഫൻസ് അക്കാഡമി ഫുൾ സപ്പോർട്ടോടെ കാണും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉടനെ തന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഇനിയും ഒത്തിരി അപ്ഡേറ്റഡ് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.